നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓസ്ട്രേലിയയിലെ പഠന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ഓസ്ട്രേലിയ പൊതുവെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഓസ്ട്രേലിയ ഒരല്പം എക്സ്പെൻസീവ് ആണ് എന്ന് പലരും പറയാറുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെ ആ എക്സ്പെൻസ് ഒക്കെ കുറച്ച് ഓസ്ട്രേലിയയിലെ ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് എത്താം, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ബേസിക്കലി ഒരു മലയാളിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. ഇപ്പൊ അവധിക്ക് വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങൾ സംവദിച്ചുകൊണ്ട് നാം മനസ്സിലാക്കുവാണ്. അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ സുലാൽ മത്തായി എന്നുള്ളതാണ്. അസറ്റ് ബെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ സ്റ്റഡി അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ ഓസ്ട്രേലിയയിലെ പഠന അവസരങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഒരു എക്സ്പേർട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ സുലാൽ മത്തായി. അദ്ദേഹത്തെ മുമ്പും ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കണ്ടു കാണും. ഓസ്ട്രേലിയൻ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അസറ്റ് മൈഗ്രേഷൻ എന്ന കമ്പനിയുടെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമ്മുടെ ചാനലിൽ വരികയുണ്ടായി. ഇപ്പോൾ ഇവരുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് അസറ്റ് ബെക്ക് എന്നുള്ളത്. ഓസ്ട്രേലിയയിലെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവർ മാനേജ് ചെയ്യുന്നത്. അതിന്റെയും ഡയറക്ടറാണ് സുലാൽ മത്തായി. അപ്പോൾ സുലാൽ മത്തായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. വെൽക്കം സുലാൽ മത്തായി ടു കരിയർ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ എന്തുകൊണ്ട് ഓസ്ട്രേലിയ, വൈ ഓസ്ട്രേലിയ ഈസ് കൺസിഡേർഡ് ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ, എന്താ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഓസ്ട്രേലിയ? ഓക്കെ, സോ താങ്ക് യു വൺസ് അഗൈൻ. എഡ്യൂക്കേഷനെ പറ്റി എപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ താങ്ക് യു. ഓസ്ട്രേലിയ എന്തുകൊണ്ട് എന്നുള്ളത് മെയിൻലി ബിക്കോസ് ഓഫ് ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഓസ്ട്രേലിയയിൽ അബൌട്ട് 43 യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. നമ്മൾ ഇന്ത്യയിലെയൊക്കെ യൂണിവേഴ്സിറ്റി നമ്പേഴ്സ് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ തന്നെ 15 നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് എ ഗ്രോയിങ് ലിസ്റ്റ്. പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെ അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ആ യൂണിവേഴ്സിറ്റീസ് തന്നെ ഫോക്കസ് ചെയ്താണ് അവരെല്ലാ ഫണ്ടിങ്ങും ഗവൺമെന്റ് സപ്പോർട്ടും ഒക്കെ ചെയ്യുന്നത്. സോ നാച്ചുറലി ഈ യൂണിവേഴ്സിറ്റീസ് നന്നായിട്ട് ടോപ്പ് റാങ്കിങ്സിലുള്ള യൂണിവേഴ്സിറ്റി. അപ്പൊ അതിനകത്ത് തന്നെ ഇപ്പൊ പല ടൈംസ് റാങ്കിങ്സ് അങ്ങനെ പല റാങ്കിങ്സ് നമ്മൾ നോക്കിയാൽ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസ് തന്നെ പല ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഹൈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഒരു റീസൺ ടു കൺസിഡർ ഓസ്ട്രേലിയ ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ. പിന്നെ റീസെന്റ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാല്, ഒന്ന്, ഓസ്ട്രേലിയ ലാസ്റ്റ് ഇയറിൽ തൊട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ റൈറ്റ്സ് റിവ്യൂ ചെയ്തു. പഠിച്ചു കഴിഞ്ഞ് ഫുൾ വർക്ക് റൈറ്റ് ഉള്ളതിനാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്നത്. അതൊരു സെപ്പറേറ്റ് വിസയാണ്. ശരി, നമ്മൾ ഈ സ്റ്റേ ബാക്ക് എന്നൊക്കെ പറയുന്നത്. അതെ, സ്റ്റേ ബാക്ക്. അപ്പൊ പഠിച്ചു കഴിഞ്ഞെന്നുള്ള പ്രൂഫ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് റൈറ്റിലോട്ട് പോകാൻ പറ്റുന്നത്. അതും പക്ഷേ എന്തോ റീജിയണൽ ഏരിയാസിൽ കൂടുതലുണ്ട്, അങ്ങനെയല്ലേ? സോ റീജിയണൽ ഏരിയാസിലുപരി എന്ന് പറഞ്ഞപ്പം it's better I explain what is metro. So ഈ പർട്ടിക്കുലർ ആസ്പെക്റ്റില് സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഈ 3 സിറ്റീസിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ 2 ഇയേഴ്സ് തന്നെയാണ്. ഈ 3 മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പുറത്തുള്ള മൊത്തം ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റില് മൊത്തം റെസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ. അപ്പൊ നമ്മൾ പോകുമ്പോ തന്നെ നമ്മുടെ കോഴ്സ് കോഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴ്സ് കോഡിന്റെ ബേസിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കോഴ്സിന് എത്ര ഇയേഴ്സ് ഓഫ് സ്റ്റേ ബാക്ക് ആണല്ലോ. സോ നമുക്ക് പോകുന്നതിന് മുമ്പേ അറിയാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 3 ഇയർ ആണോ 4 ഇയർ ആണോ 5 ഇയർ ആണോ സ്റ്റേ ബാക്ക് ഉള്ളത്. ശരി, അതൊരു റിയലി ബിഗ് തിങ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ഒരു ഡെസ്റ്റിനേഷനിൽ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ റീസണബിളി എ ഗുഡ് എമൗണ്ട് ഓഫ് മണി വി ആർ സ്പെൻഡിങ് ഫോർ എഡ്യൂക്കേഷൻ. അപ്പം ഈ ഇത്രയും നാള് പഠിക്കാനുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മൾക്ക് ആ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ശരി ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാത്വേ എന്ന് പറഞ്ഞാൽ PR-ലേക്കുള്ള. അതെ, ഇപ്പം പഠിക്കാൻ വരുമ്പോൾ സ്റ്റുഡൻസ് ടെമ്പററി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ GT എന്ന് പറയും, ജെന്യുവിൻ ടെമ്പററി എൻട്രൻസ് റിക്വയർമെന്റ് വരെ മീറ്റ് ചെയ്യണം. ശരി. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ പല സ്റ്റുഡൻസിനും ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അവരുടെ ഒക്കുപേഷനെ കിട്ടി സെറ്റിൽ ആകാനുള്ള താല്പര്യമാണ്. അപ്പോഴാണ് അവർ മൈഗ്രേഷനിലേക്ക് നോക്കുന്നത്. ഈ 3 ഇയർ മിനിമം ഉള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെ അവർക്ക് അത്രയും സമയം കിട്ടുവാണ്. ഇൻ കേസ് ആദ്യം അവരുടെ കരിയറിലോട്ട് മൂവ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ, കാരണം അത് PR ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ആസ്പെക്ട് ആണ്. നമ്മുടെ കരിയർ തന്നെ നമ്മൾ പഠിച്ച ഇതിൽ തന്നെ നമുക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ അവർക്ക് സ്കോപ്പ് കൂടുവാണ്, കിട്ടാനുള്ള ചാൻസ്. സെക്കൻഡ്,
അവർക്ക് ഇങ്ങനെ ഡിമാൻഡ് ഉള്ള കോഴ്സസ് പഠിക്കുമ്പോൾ അവർക്ക് PR പാത്വേ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഓപ്ഷൻസ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം ആ സമയത്തിനുള്ളിൽ നമുക്ക് PR ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഒരു പെർമനന്റ് റെസിഡന്റ് ആകാനുള്ള ഓപ്പർച്യൂണിറ്റി. അതെ, വേറെ എന്തെങ്കിലും ഓസ്ട്രേലിയ ഒരു അഡ്വാൻറ്റേജ്? തീർച്ചയായും. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഫേവറബിൾ ക്ലൈമറ്റ് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പല ടൈപ്പ് ഓഫ് വെതർ ഉണ്ട്, പക്ഷെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ ഇല്ല. -25 അപ്പൊ ഭയങ്കര എക്സ്ട്രീം ആണ്. വേറെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ തന്നെ വെതർ ഉള്ള സ്ഥലമുണ്ട്, ഡാർവിൻ പോലെ, അതുപോലെ ബ്രിസ്ബെയിൻ ഒക്കെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള വെതർ. അപ്പൊ ഇൻ കേസ് ഇപ്പം ടോക്ക് അബൌട്ട് വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ഒരു സ്റ്റുഡന്റ് വന്നു, അവർക്ക് പർട്ടിക്കുലർ ഒരു വെതർ പിടിച്ചില്ല, വേറൊരു സിറ്റിയിലോട്ട് ട്രാൻസ്ഫർ മേടിച്ച് പോയാൽ മാറാനുള്ള യൂണിവേഴ്സിറ്റിയിൽ തന്നെ അല്ലേ? യൂണിവേഴ്സിറ്റി ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, വേറെ യൂണിവേഴ്സിറ്റി മാറേണ്ടി വരും. അതൊക്കെ ഒരു വേസ്റ്റ് കേസ് സിനാരിയോ, പക്ഷേ ഓപ്ഷൻസ് ഉണ്ട്. അതിനുവേണ്ടി പറഞ്ഞാണ്. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ ഒരു ക്ലൈമറ്റ് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടായാൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ വേറൊരു നല്ല അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് വളരെ കുറച്ച് ഡിസ്റ്റൻസ് ആണ്. ഒരു 8 hours to 12 hours മിക്ക ഓസ്ട്രേലിയൻ സിറ്റീസിലും നമുക്ക് ഇവിടെ നിന്ന് എത്താൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ട്രാവൽ ടൈം ആണ് പറഞ്ഞത്, ഇൻക്ലൂഡിംഗ് ആ ഒരു ട്രാൻസിറ്റ് കുറച്ച് hours എടുക്കുമായിരിക്കും. സിംഗപ്പൂർ, മലേഷ്യ ആയിരിക്കും അല്ലെ? അതെ, സിംഗപ്പൂർ അല്ലെ മലേഷ്യ എന്ന് 4 hours, 5 hours, 7 hours അങ്ങനെ പല അവേഴ്സ് ഓഫ് ഫ്ലൈറ്റ് ആണുള്ളത്. അപ്പൊ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പ്ലസ് വേറൊരു വലിയ പോയിന്റ് പറയാൻ പറ്റുന്നത് ഓസ്ട്രേലിയയിലെ മിനിമം വേജസ് വളരെ നല്ലതാണ്. അപ്പൊ ഏത് ജോലി ഇവിടെ ഇങ്ങനെ സ്റ്റുഡൻസ് എത്ര അവേഴ്സ് അവർക്ക് വർക്ക് ചെയ്യാം? അപ്പൊ അവർക്ക് ഒരു വീക്കില് വർക്ക് ചെയ്യാവുന്നത് 24 hours ആണ്. സോ നേരത്തെ അത് 20 hours ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് വീണ്ടും മാറി 24. അപ്പൊ പെർ ഫോർട്ട്നൈറ്റ് അവിടെ എല്ലാം സാലറി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർട്ട്നൈറ്റിലാണ്. പെർ ഫോർട്ട്നൈറ്റ് 48 hours അവർക്ക് വർക്ക് ചെയ്യാം. പ്ലസ് ഡ്യൂറിംഗ് സെമസ്റ്റർ ബ്രേക്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം. അതൊരു റഫ്ലി 2.5 to 3 months, ഒരു വർഷം അത്രയും ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത. അപ്പം സുലാൽ സൂചിപ്പിച്ചത് ഓസ്ട്രേലിയ ഒരു നല്ല ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണെന്ന്. അപ്പോൾ ഓസ്ട്രേലിയയെ കുറിച്ച് പലരും പറയുന്ന ഒരു പരാതി ഓസ്ട്രേലിയ കുറെ കൂടെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിലെന്താ പറയാനായിട്ടുള്ളത്? അപ്പൊ നമ്മൾ ക്വാളിറ്റി നോർമലി നമ്മൾ എന്ത് ക്വാളിറ്റി കൂടും, അതൊരു നാച്ചുറൽ ഫിനോമിനൻ ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ചില സൊല്യൂഷൻസ് ഉണ്ട്. അതിൽ ഫുള്ളി ഒരു സൊല്യൂഷൻ എല്ലാവർക്കും അത് എലിജിബിൾ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റുഡൻസിന് 70% ആൻഡ് എബോവ് മാർക്സ് ഉള്ള സ്റ്റുഡൻസിന് ഓസ്ട്രേലിയ PG എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഡിഗ്രിക്ക് 70% അല്ലെങ്കിൽ +2 70%. അങ്ങനെയുള്ളവർക്ക് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എത്ര പെർസെന്റ് പല സ്കോളർഷിപ്പ് പെർസെന്റേജ് ഉണ്ട്. ബിക്കോസ് അത് ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 15%, 20%, 25%, 30%, up to 50 and 100% വരെ സ്കോളർഷിപ്പ്. അതെ, പക്ഷെ 100 ഉം 50% ഒക്കെ ലിമിറ്റഡ് നമ്പേഴ്സ് ആയിരിക്കും. അത് ഏറ്റവും അക്കാഡമിക്കലി സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന മാർക്സിനെ ബേസ് ചെയ്താണോ കൂടുതലായിട്ടും? അതെ. സോ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് നമ്മൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മാർക്സിന് നമ്മൾ സെപ്പറേറ്റ് ഒരു മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിന് നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ നോർമൽ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ തന്നെ സ്കോളർഷിപ്പിന്റെ ആപ്ലിക്കേഷനും കൺസിഡേർഡ് ആണ്. അപ്പൊ നമ്മുടെ അക്കാഡമിക് മെറിറ്റ് നോക്കിയിട്ടാണ്, അക്കാഡമിക് ആയിട്ടുള്ള സ്കോർ നോക്കിയിട്ടാണ് സ്കോളർഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം 15 to 100% വരെ സ്കോളർഷിപ്പ് നേടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ, ഈ 70% എബോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് 25% 30% ആണ് ഏറ്റവും കൂടുതൽ. ആ ഒരു റേഞ്ചിലാണ് സ്കോളർഷിപ്പ് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള എലിജിബിലിറ്റി നോർമലി വരും. ഒരു 20% എങ്കിലും കിട്ടും, അല്ലെ ഒരു 30% എങ്കിലും. അതെ, അപ്പൊ അങ്ങനെ ഒരു ഫീ റിഡക്ഷൻ വരും അല്ലെ? ട്യൂഷനിലുള്ള ഒരു റിഡക്ഷൻ വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എന്തൊക്കെ അഡ്വൈസ് ആ രാജ്യത്ത് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു കരിയർ കോച്ച് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നൽകാനായിട്ടുണ്ട്? ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഒത്തിരി പേര് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പുറത്ത് പഠിക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ഒരു സിഗ്നിഫിക്കന്റ് ഡിസിഷൻ ആണ്, പർട്ടിക്കുലർലി ഫിനാൻഷ്യൽ ആസ്പെക്ടിലും എല്ലാം. അപ്പം വാട്ട് ഐ വുഡ് സജസ്റ്റ് ഈസ് നമ്മൾ ഒരു ഫാക്ട്സ് ചെക്ക് ചെയ്യുന്നത് ഭയങ്കര ബെനിഫിഷ്യൽ ആണ്. കാരണം നമ്മളത് ചെയ്തില്ലെങ്കിൽ വി ആർ മിസ്സിംഗ് ഫ്യൂ തിങ്സ്. അപ്പൊ ഞാനൊരു 3-4 പോയിന്റ്സ് പറയാം, ഹൗ വി ക്യാൻ ഡു എ ഫാക്ട്. സോ ഒന്ന്, നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് അല്ലെങ്കിൽ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്തു. ഇപ്പോൾ ഓസ്ട്രേലിയ ആണ് പഠിക്കാൻ പോകുന്നത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റീസിനെല്ലാം രജിസ്റ്റേർഡ് എഡ്യൂക്കേഷൻ സർവീസ്
പ്രൊവൈഡർ ഉണ്ട്. അപ്പം അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാം ഈ പ്രൊവൈഡർ നിങ്ങളുടെ ഈ രജിസ്റ്റേർഡ് ആയിട്ട് ബെക്ക് എഡ്യൂക്കേഷൻ നമ്മൾ ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ എല്ലാം ഇതിൽ സൈറ്റിൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് എൻഷുർ ചെയ്യുക. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ആസ് എ സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റിന് മനസ്സിലാവും അവർ വർക്ക് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജന്റാണെന്നുള്ളത് അവർക്കറിയാം. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഇപ്പം ഞങ്ങൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഐ ഓൾസോ ഡിഡ് എ സർട്ടിഫിക്കേഷൻ കോൾഡ് QEAC, ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജന്റ് കൗൺസിലർ. ഈ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജന്റ് കൗൺസിലർ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയ സ്റ്റഡി ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരിക്കാനും നമുക്ക് കൗൺസിൽ ചെയ്യാനായിട്ട് സർട്ടിഫൈ ചെയ്തത് അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ ഒരു സെപ്പറേറ്റ് ബോഡി ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ ബോഡി. പക്ഷെ അവര് they are used by all the Australian universities for helping students. സുലാല് അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള എന്റെ ചോദ്യം അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടോ? ഇപ്പൊ സുലാല് ഓസ്ട്രേലിയയിലല്ലേ? അതെ, നമ്മുടെ നാട്ടില് അങ്ങനെയുള്ളവർ അധികം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടീം ലീഡ് ചെയ്യുന്നത് ഒരു എക്സ് സ്റ്റുഡന്റ് ആണ്, ഓസ്ട്രേലിയൻ സ്റ്റുഡന്റ് ആണ്. അപ്പം ശരത്, ഹിസ് നെയിം ഇസ് ശരത്. പുള്ളി ഇന്ത്യയിലെ ഇത് ചെയ്യുന്നത്, പക്ഷെ ഓസ്ട്രേലിയയിൽ ഇരുന്നാണ്. പുള്ളിക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ആള് പഠിച്ചു കഴിഞ്ഞു, PR ഒക്കെ ആയി, ഇപ്പൊ ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ ഏജന്റ് കൗൺസിലർ ആയി, എന്നിട്ട് ഞങ്ങളുടെ വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ ശരത്ത് ആണ് മെയിൻലി കൗൺസിൽ ചെയ്യുന്നത്. അതെ, അങ്ങനെയുള്ള ഒരു QAC ചെയ്ത ഒരാളുമായിട്ട് സംസാരിക്കാൻ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒതന്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഒന്ന് പറയുക എന്നതിലുപരി അതൊരു വലിയ അഡ്വാൻറ്റേജ്. അപ്പം അത് നമ്മൾ വളരെ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ആ കോഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്തുമാത്രം ക്വാളിറ്റി ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കത് ഒരു സ്റ്റുഡന്റിന് പാസ് ഓവർ ചെയ്യാം. പിന്നെ ഞങ്ങൾ പറയുന്ന വേറൊരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നെ ഇന്റർനാഷണൽ സ്റ്റഡി ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പം ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് ഒരു ഇതുപോലെ സ്റ്റഡി റിലേറ്റഡ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി studyinaustralia.gov.au എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. studyinaustralia.gov.au എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒരു ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. അപ്പൊ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി ലിവിംഗ് കണ്ടീഷൻസ്, ഓരോ സ്റ്റേറ്റ് എന്തൊക്കെയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ എല്ലാ അക്കോമഡേഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ. അപ്പം നമ്മൾ ആ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അത് വെച്ച് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഫർമേഷൻ നമുക്ക് കണ്ടെടുക്കാം. പിന്നെ സിമിലർലി ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞത് കോഴ്സും യൂണിവേഴ്സിറ്റി റിലേറ്റഡ്. പിന്നെ വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് എലമെന്റ് ആണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് പാർട്ടാണ് വിസ പാർട്ട്. അപ്പം ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന ഓരോ സ്റ്റുഡന്റും വരുന്നത് സബ് ക്ലാസ് 500 എന്ന് പറഞ്ഞൊരു വിസയിലാണ്. അപ്പൊ ആ വിസയ്ക്ക് കുറെ റൈറ്റ്സ് ഉണ്ട്, കുറെ കാര്യങ്ങൾ. സോ വാട്ട് യു ക്യാൻ ഡു, വാട്ട് യു കാൻ ഡു, അങ്ങനെ വരുന്ന ഒരു കാര്യം. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് ലൈക്ക് നമ്മൾ 48 hours ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 48 hours ആണ് വർക്കിംഗ് ഫോർട്ട്നൈറ്റിൽ വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു കണ്ടീഷൻ ഇൻ ദ വിസയാണ്. അപ്പൊ അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൈൻഡ് ഓഫ് യു ആർ ബ്രേക്കിംഗ് ദ ലോ. അപ്പൊ അങ്ങനത്തെ ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ imi.homeaffairs.gov.au എന്ന് പറഞ്ഞ് വാട്ട് യു ക്യാൻ ഡു ആൻഡ് വാട്ട് യു കാൻ ഡു അത് മനസ്സിലാക്കുക. അതെ, അതിന് ഈ സൈറ്റിൽ പോയിട്ട് സൈറ്റ് ഒന്നുകൂടെ പറയാം, homeaffairs.gov.au. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാല് ഇമിഗ്രേഷന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പം അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമുക്ക് വേറെ ഒരാളെ പറഞ്ഞു തരണ്ട. നമുക്ക് ഓസ്ട്രേലിയയിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ വിസയിൽ വന്നിട്ട് എനിക്കിത് അറിയില്ല, അങ്ങനത്തെ എക്സ്ക്യൂസസ് ഇല്ല. കാരണം നമ്മൾ എല്ലാത്തിനും സൈൻ ചെയ്യുമ്പോൾ ഞാൻ വായിച്ചു നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഇറ്റ്സ് അവർ ഒബ്ലിഗേഷൻ ടു റീഡ് ഓൾ. അപ്പം ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ വേറെ രണ്ട് പോയിന്റ്സ് കൂടെ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ മിക്ക യൂണിവേഴ്സിറ്റീസിനും ഇന്ത്യയിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് അംബാസിഡർ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി, കാരണം ഇന്ത്യ ഒരു മെയിൻ കൺട്രിയാണ് ഓസ്ട്രേലിയയിലോട്ട് സ്റ്റുഡൻസ് വരുന്നത്. അപ്പൊ അവരെല്ലാ വർഷവും യൂണിവേഴ്സിറ്റീസ് they will put 1 or 2 student ambassadors from the countries where they have got more students coming. അപ്പൊ അവർ ഇന്ത്യയിലായിരിക്കും, അവർ ഓസ്ട്രേലിയയിലായിരിക്കും. അവരിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ ഈ സ്റ്റുഡന്റ് അംബാസിഡേഴ്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഇൻകമിംഗ് സ്റ്റുഡൻസിനെ അവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ റീച്ച് ഔട്ട് ചെയ്യാം. അപ്പൊ അതിന് യൂണിവേഴ്സിറ്റി ആക്ച്വലി ഈ സ്റ്റുഡന്റ് അംബാസിഡേഴ്സിന് ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഒരു പാർട്ട് ടൈം ജോബ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് കണക്ട് ആയാൽ അത് നോർമലി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്സിൽ അവരുടെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്നിട്ട് അവർക്ക് ഒരു ഇമെയിലും ഒക്കെ ഉണ്ടാവും യൂണിവേഴ്സിറ്റി. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യാം.
they will be very happy to help with a lot of good information. പിന്നെ ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇന്നിപ്പോ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ഒരു ഫ്രണ്ടോ ഒരു റിലേറ്റീവോ ഒരു നെയ്ബറോ ആരെങ്കിലും. ഇപ്പൊ നിങ്ങൾ ആ പോകുന്ന സ്ഥലത്തെയൊക്കെ ബേസ് ചെയ്ത് അങ്ങനെ അവർ അവിടെ ആണെങ്കിൽ അവരോട് ഒരു കാഷ്വൽ ആയിട്ട് സംസാരിക്കുക. കാരണം നിങ്ങൾക്ക് ബാക്കി എല്ലാ ഇൻഫർമേഷനും ഒഫീഷ്യലി കിട്ടി, അല്ലെ ഒരു ഫോർമൽ ചാനലിൽ നിന്ന്. ഇതൊരു കാഷ്വൽ ചാനൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാം. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ആർ കൈൻഡ് ഓഫ് ഡൺ യുവർ സ്റ്റഡി, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി തീർച്ചയായും. അപ്പൊ അങ്ങനത്തെ ഇത് പോകാനായിട്ട് നിങ്ങളുടെ ഈ അസറ്റ് ബെക്ക് സർവീസസ് നൽകുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നു? ഹൗ യു ആർ സുപ്പീരിയർ ദാൻ അതേഴ്സ്? ഒരു കാര്യം മുമ്പേ എന്നോട് സൂചിപ്പിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം സുലാല് അല്ലെങ്കിൽ മുമ്പേ ഒരു ശരത്ത് അല്ലെ നിങ്ങളുടെ ടീം ഹെഡ് ചെയ്യുന്നത്, അവരൊക്കെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളവരാണ്, കൗൺസിൽ ചെയ്യാനായിട്ട് ഉള്ള സർട്ടിഫിക്കേഷൻ ഉള്ളവരാണ് എന്ന് പറഞ്ഞു. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഡെഫിനറ്റ്ലി. വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് ഉണ്ടോ ഒന്ന് പറയാം? തീർച്ചയായും. ഒരു അഡ്വാൻറ്റേജിന് ആദ്യം തന്നെ പറയും, നമ്മൾ ഓസ്ട്രേലിയ ബേസ്ഡ് ആണ്. നമുക്ക് സിഡ്നി, മെൽബൺ, പെർത്ത്, ഡാർവിൻ ഇങ്ങനെ 4 സ്ഥലത്തായിട്ട് നമ്മളെ സ്റ്റാഫ് ഉണ്ട്, നമ്മുടെ ടീം ഉണ്ട്. സോ അവിടെ വരുന്ന സ്റ്റുഡൻസിന് അവിടെ ഒരു ഇപ്പം നാച്ചുറലി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാളെ കോൺടാക്ട് ചെയ്യുന്നതാണ് കൺവീനിയന്റ്. അപ്പൊ അങ്ങനെ ഒരു ആ ഒരു കൺവീനിയൻസ് സപ്പോർട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്ത പോലെ വി ഓൾസോ പ്രൊവൈഡ് കരിയർ കോച്ചിങ്, ദോസ് കൈൻഡ് ഓഫ് സെഷൻസ്. അപ്പൊ നമ്മള് നമ്മുടെ സ്റ്റുഡൻസിന് അതുപോലുള്ള എല്ലാ എന്ന് മാത്രമല്ല പഠിത്തത്തിന് ശേഷം ഇവർക്ക് മറ്റേ പോസ്റ്റ് സ്റ്റഡി വിസയിലേക്ക് പോകാൻ അല്ലെ PR-ലേക്ക് പോകാൻ അതിന്റെ ഒക്കെ സപ്പോർട്ടും. അതെ, സോ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഫ്രീ ആണ്, ഫ്രീ ഓഫ് സർവീസ്. നമ്മൾ അതിന് നമ്മൾ ചാർജ് ഒന്നും ചെയ്യത്തില്ല. പ്ലസ് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ മൈഗ്രേഷൻ എഡ്യൂക്കേഷൻ ഈസ് ടെമ്പററി. അപ്പൊ അത് കഴിഞ്ഞ് ചില സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യാം, ചിലര് PR മൈഗ്രേറ്റ് ചെയ്യാതിരിക്കാം. ദാറ്റ്സ് ദെയർ ചോയ്സ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മൈഗ്രേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിൽ അവർക്ക് എല്ലാ സർവീസസും ഓഫർ ചെയ്യും. പ്ലസ് നമ്മളുടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് വി ഓൾസോ ഓഫർ ദം അറ്റ് ലൈക്ക് എ 20% ഡിസ്കൗണ്ടഡ് പ്രൈസ്. ദാറ്റ് വേ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ബെനിഫിഷ്യൽ ഫോർ ദം. ഈ PR-ലേക്കുള്ള സ്റ്റെപ്പിൽ മറ്റേത് ഫ്രീ ആണ്. ഫ്രീ ആണ്. ഓക്കെ. അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിലേക്കുള്ളത് ഫ്രീ ആണ്. PR-ലേക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടും കിട്ടും അല്ലെ? ഇങ്ങനത്തെ കുറെ അഡ്വാൻറ്റേജസ് ഈ അസറ്റ് ബെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ സ്റ്റഡി അബ്രോഡ് കൺസിഡർ ചെയ്യുന്നവർക്കുണ്ട്. അതല്ലേ? തീർച്ചയായും. ഓക്കെ. അവസാനമായിട്ട് വേറെ എന്തെങ്കിലും അഡ്വൈസുകൾ ഈ പോകാൻ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുണ്ടോ? ഓക്കെ. സോ ഇത് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇപ്പൊ ഈ ഇത്രയും ഫാക്ട് ചെക്ക് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. സോ അതിന്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ബിഫോർ ആക്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരെ ഒരു ട്രെൻഡ് മാത്രം നോക്കി പോകാതെ എൻഡ് ഓഫ് ദി ഡേ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ ആക്ഷൻസ് എന്നാണ്. ദാറ്റ്സ് ദ വേ ഹൗ ഇറ്റ് സേസ്. സോ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ യു ഹാവ് ടു ഡു യുവർ thorough research and then you make a decision. ശരി. Anyway, thank you Shilal, thank you valuable information. Yes. അപ്പോൾ ഓസ്ട്രേലിയയിലെ പഠനവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സുലാൽ മത്തായി ഒക്കെ നേതൃത്വം നൽകുന്ന ഈ അസറ്റ് ബെക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഓസ്ട്രേലിയയിലും നമ്മുടെ ഇന്ത്യയിലും ഒക്കെ പ്രവർത്തനമുള്ള, ദുബായിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണിത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു ലിങ്കിൽ ഇവരുടെ ഒരു രജിസ്ട്രേഷൻ ഫോമും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.